അപ്പോൾ എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഈ സിനിമ സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ വേണ്ടി ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ചാനൽ തന്നെയാണ്. ഇപ്പോൾ ദൃശ്യം വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല, നമുക്ക് ദൃശ്യത്തിലേക്ക് കടക്കാം. രാവിലെ തന്നെ കേരള കളക്ഷൻ പറഞ്ഞു, തമിഴ്നാട് ആന്ധ്ര കളക്ഷൻ പറഞ്ഞു. ഇനി എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു കളക്ഷനാണ് കേരളം. കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളികൾ അതുപോലെ ലാലേട്ടൻ പ്രേമികൾ ഉറ്റുനോക്കുന്ന ഒരു കളക്ഷൻ മേഖലയാണ് കർണാടക. കർണാടകത്തിൽ കൊലത്തൂക്കാണ് പലപ്പോഴും ലാലേട്ടൻ ചിത്രങ്ങൾക്ക് ഉണ്ടാകുന്നത്. അത് പുതിയ പുതിയ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബുക്കിംഗ് തുടങ്ങിയപ്പം തന്നെ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കർണാടകത്തിലുണ്ടായി. പ്രത്യേകിച്ച് ബാംഗ്ലൂരിലൊക്കെ ഒരു ലാലേട്ടൻ മയമായിരുന്നു നമ്മൾ കണ്ടത്. ആ രീതി ശരിവെക്കുന്ന കളക്ഷൻ കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്നലെ വരെയുള്ള കളക്ഷൻ്റെ കണക്കുകൾ ഞാൻ ഇന്നലെ പുറത്തു വിട്ടിരുന്നു. അതിനുശേഷം ഇന്ന് പുതിയ കണക്കുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാം കണക്കിൻ്റെ കളികളാണ് അല്ലേ മോനെ എന്ന് ലാലേട്ടൻ പറയുന്നത് പോലെ കർണാടക കളക്ഷൻ എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ ആദ്യ ദിവസം 2,80,00,000 രൂപയാണ് കളക്ട് ചെയ്തതായിട്ടാണ് പറയുന്നത്. അത് പലയിടത്തും പല കണക്കുകളാണെന്ന് തോന്നുന്നു. ഒന്ന് 2,96 ഞാൻ കണ്ടു. ഇന്നലെ ഞാൻ പറഞ്ഞത് 2,70 പറഞ്ഞു. ഇന്ന് കിട്ടിയ കണക്കും പ്രകാരം 2,80. കാരണം ഏകദേശം ഏറ്റക്കുറച്ചുകളൊക്കെ ചെറിയ കണക്കുകൾ, ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്നാലും 2,80,00,000 ഇത് ഫാക്നിക്ക് പുറത്തുവിട്ട കണക്കും പ്രകാരമാണ്. രണ്ടാമത്തെ ദിവസം 1,50,00,000 കളക്ട് ചെയ്തത്. മൂന്നാമത്തെ ദിവസമായ ശനിയാഴ്ച 2,50,00,000 കളക്ഷൻ ചെന്ന് നിൽക്കുന്നു. നാലാമത്തെ ദിവസമായ ഞായറാഴ്ച ഇതേ രീതിയിലുള്ള വർധനവുണ്ടായി 2,40,00,000 രൂപയാണ് ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ. അങ്ങനെ 9,20,00,000 രൂപയാണ് 4 ദിവസം കൊണ്ട് കർണാടകത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. നമ്മൾ പ്രത്യേകം എടുത്ത് നോക്കുക, 4 ദിവസം കൊണ്ട് കർണാടകത്തിലെ ദൃശ്യം 3യുടെ കളക്ഷൻ 9,70,00,000. നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു അല്ലേ? നേരത്തെ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇത് കർണാടക അല്ല, നമ്മൾ നോക്കുകയും കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത പോലെ ഉണ്ട്. കേരളത്തിൽ നിന്ന് ഏകദേശം 38,85,00,000 കളക്ട് ചെയ്തപ്പോൾ കർണാടകയും ഒട്ടും പുറകിലല്ല. 9,20,00,000 കളക്ട് ചെയ്ത് കർണാടകവും ലാലേട്ടൻ തരംഗത്തിൽ ഇങ്ങനെ ആറാടുകയാണ്. മറ്റൊരു സ്റ്റേറ്റാണ് ഹിന്ദി ബെൽറ്റ്. ഹിന്ദി ബെൽറ്റിന് ദൃശ്യം 3യുമായിട്ട് വന്നിട്ട് അജയ് ദേവ്ഗണിൻ്റെ ദൃശ്യം 3 ആദ്യമേ ഇറങ്ങുമെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നായിരുന്നു. അങ്ങനെ ഹിന്ദി ബെൽറ്റും മലയാളികളും തമ്മിൽ ചെറിയ ക്ലാഷ് പലപ്പോഴും ഉണ്ടാകുന്നു. കാരണം ജോർജ് കുട്ടി എന്ന് പറയുന്നത് ഹിന്ദിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണെന്ന് പറയുമ്പോൾ, അല്ല ഞങ്ങൾ മലയാളികളുടെയാണെന്ന് മലയാളികൾ പറയും. അവസാനം മലയാള സിനിമ തന്നെ വിജയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. മലയാളികളോട് അങ്ങനെ ഏറ്റുമുട്ടി ജയിക്കാൻ ആർക്കും പറ്റത്തില്ലല്ലോ. അങ്ങനെ ദൃശ്യം 3 ഹിന്ദി ബെൽറ്റും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അവിടുന്ന് വരുന്ന കണക്കുകളും വലിയ കുഴപ്പമില്ലാത്ത കണക്കുകൾ തന്നെയാണ് അവിടുന്ന് വരുന്നത്. വേറെ മലയാള സിനിമയ്ക്കൊന്നും കിട്ടാത്ത കണക്കുകൾ ഇവിടുന്നൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്ന കണക്കും പ്രകാരം 1,32,00,000 രൂപയാണ് ആ ദിവസം കളക്ട് ചെയ്തെങ്കിൽ രണ്ടാമത്തെ ദിവസം 61,00,000 രൂപ മാത്രമേ ഹിന്ദി ബെൽറ്റിൽ നിന്ന് കിട്ടിയുള്ളൂ. മൂന്നാമത്തെ ദിവസം 1,29,00,000 രൂപ കളക്ട് ചെയ്തു. നാലാമത്തെ ദിവസമായ ഞായറാഴ്ച 1,27,00,000 രൂപ കളക്ട് ചെയ്ത് 4,49,00,000 ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള കളക്ഷൻ മാറി. മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. ശരാശരി 1 കോടിക്ക് മുകളിലുള്ള കളക്ഷനുണ്ട്. കാരണം 4 ദിവസം ആയതേ ഉള്ളൂ പണം റിലീഫായിട്ട്. അപ്പോൾ 4,29,00,000 രൂപ അവിടുന്ന് കളക്ട് ചെയ്തു എന്ന് പറയുമ്പം മലയാള സിനിമയുടെ വ്യാപ്തി അങ്ങ് കൂടിക്കൂടി വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം കേരളത്തിലല്ല ഏറ്റവും കൂടുതൽ ദൃശ്യം 3 കളക്ട് ചെയ്തത്, അത് അങ്ങ് വിദേശങ്ങളിലാണ്. അത് കേരളത്തിനേക്കാൾ ഇരട്ടിയോളം കളക്ഷൻ അവിടെ നിന്നുണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹിന്ദി മേഖലയിൽ നിന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇന്ത്യ ഗ്രോഫ് ഹിന്ദി ബെൽറ്റിൽ നിന്നും ബാക്കി കേരളവും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടിയ കളക്ഷൻ്റെയൊക്കെ കണക്കുകളുമായിട്ട് വീണ്ടും ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് എത്താം. അതുവരെ ഓക്കെ ബൈ.